അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ഹൈറിച്ചിനെതിരെയാണോ കുറ്റം പറഞ്ഞത്? നിങ്ങൾ തല്ലുക, നിങ്ങൾ നടന്ന് തല്ലുക ജനങ്ങളെ. ഹൈറിച്ച് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ് നിങ്ങളെ പരാതി. ഹൈറിച്ച് ആരെയും ഇതുവരെ തച്ചിട്ടില്ല, ഹൈറിച്ച് ഒഴിഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തച്ചതിനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഹൈറിച്ചിനില്ല. നിങ്ങൾ പറയുന്നുണ്ട് 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സിന്, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് കേസ് കൊടുക്കാൻ നിന്നപ്പോ അവരൊക്കെ ലീഡേഴ്സ് ഭീഷണിപ്പെടുത്തിയിട്ട് പിടിച്ചു നിർത്തിയാണ്. 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ 5 മാസത്തോളമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന കെൽപ്പും കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഹൈറിച്ചിനെ തൊടാൻ ആർക്കട പറ്റുക? നിങ്ങൾ തന്നെ അറിയാതെ സമ്മതിച്ചില്ലേ? ആ രീതിയിലുള്ള കപ്പാസിറ്റിയാണ് ഞങ്ങൾക്ക്. ഹായ്, നമസ്കാരം. ഞാൻ അബ്ദുൽ ബാരിയാണ്. ഞാനിന്നൊരു വീഡിയോ ഇട്ട് വരാൻ കാരണം, നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 2-3 രീതിയിലാണ് കേസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഒരു കമ്പനി 4-5 മാസത്തോളമായി ഇത്രയും പ്രതിസന്ധിയിൽപ്പെട്ടിട്ടും അതിനെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പാർട്ട്നേഴ്സും എല്ലാവരും കൂടി വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ 2-3 കേസുകൾ പല രീതിയിലായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതിൽ ഒരു കേസ് GSTയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും, മറ്റൊരു കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലും, മറ്റൊന്ന് ബെഡ്സ് ആക്ടുമായി ബന്ധപ്പെട്ട് സെഷൻ കോർട്ടിലുമായിരുന്നു. എന്നാൽ GSTയുമായി ബന്ധപ്പെട്ട കേസ് വഴി നടന്നു പോകുന്നു. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട കേസിന് പല ദിവസങ്ങളിലെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അതിനൊരു ജഡ്ജിമെന്റ് വന്നു. അതോടുകൂടി ആ കേസ് അവിടെ പൂർത്തിയായി. സാധാരണ രീതിയിൽ കേസുകൾ ഒരുപാട് കാലങ്ങളിലേക്ക് നീണ്ടുപോകാറുണ്ടെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വരുമാനവും നമ്മളുടെ ജീവിത രീതിയും ഒക്കെ പ്രയാസത്തിലായപ്പോൾ ഇത് ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കേസുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര അധികം നീണ്ടുപോയിട്ടില്ല. അതിനു മുമ്പേ ആ കേസിന് അവിടെ തീർപ്പായി. ആ കേസിന് അവിടെ വന്നിട്ടുള്ള ജഡ്ജിമെന്റ് എന്താണെന്ന് വെച്ചാൽ 1-2 FIRകളുടെ നമ്പർ അതിൽ പരാമർശിച്ചുകൊണ്ട് ആ എമൗണ്ട് മാത്രം ഫ്രീസ് ചെയ്ത് വെച്ച് ബാക്കിയുള്ള 200 ചില്ലാൻ കോടി രൂപ അൺഫ്രീസ് ചെയ്ത് കൊടുത്തൂടെ? അൺഫ്രീസ് ചെയ്ത് കൊടുക്കണം എന്നല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. അൺഫ്രീസ് ചെയ്ത് കൊടുത്തൂടെ എന്നുള്ള ഒരു അപേക്ഷ പോലെ ഉള്ള ഒരു ജഡ്ജിമെന്റ് ആയിരുന്നു അത്. പക്ഷെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വിജയം മറ്റൊന്നും കിട്ടാനില്ല. കാരണം പ്രതാപൻ തുടങ്ങി വെച്ച ഒരു കമ്പനി മണി ചെയിൻ ആണ് എന്നും അതിലൊരുപാട് അനധികൃത നിക്ഷേപങ്ങളും അനധികൃത പണമിടപാടുകളും നടന്നിട്ടുണ്ട് എന്നും പല രീതിയിൽ പല ആളുകൾ സൂചിപ്പിക്കുമ്പോഴും അതിനെതിരെ പരാമർശിക്കുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴുമെല്ലാം അങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിനെ പിന്തുണക്കുന്ന അബ്ദുൽ ബാരിയെ പോലെ അല്ലെങ്കിൽ പിന്തുണക്കുന്ന മറ്റുള്ളവരെ പോലെ നിങ്ങൾ വളരെ വില കുറച്ച് ഹൈക്കോടതിയെ കാണുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓരോ മെമ്പർക്കും വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ആ പരാമർശം വന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു കൃത്യമായ ഒരു വിധി തന്നെ നമുക്ക് ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഇതിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മളുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിൻ്റെയും ഇടയിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, കാരണം 3-4 FIR അല്ലല്ലോ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ഹൈറിച്ച് അനുഭാവികൾ, ഹൈറിച്ചിന് ഇഷ്ടത്തോടെ ഹൈറിച്ചിന് ജീവനതുല്യം സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹൈക്കോടതി ഒരു മധ്യസ്ഥത പോലെ ഒരു ജഡ്ജിമെന്റ് കൊടുക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ ആ 2 FIRകൾ വന്ന കേസുകളുടെ എമൗണ്ടിനെ അവിടെ ഫ്രീസ് ചെയ്ത് വെച്ച് ബാക്കിയുള്ളത് അൺഫ്രീസ് ചെയ്ത് കൊടുത്തൂടെ? അതിന് പറ്റുമെങ്കിൽ അതിന് ചെയ്യണം എന്നും അത് 1 മാസത്തിനുള്ളിൽ അതിനെ തീർപ്പാക്കണമെന്നും ഒരപേക്ഷയാണ് പോയത്.
ഇതിന് ഹൈക്കോടതിയുടെ കേസ്, ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതല്ല, ഞങ്ങൾക്ക് വേണ്ടി ഹൈറിച്ചിലുള്ള ഓരോ മെമ്പർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന് ആ ഒരു അപേക്ഷ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും പോയി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്, വലിയ വിജയമാണ്. പിന്നെ അങ്ങനെയുള്ള ആ ഒരു കേസ് തീർപ്പായി. പിന്നീട് വരുന്നത് എന്താ, ഇവിടെ ബെഡ്സ് ആക്ടുമായി ബന്ധപ്പെട്ട് സെഷൻ കോർട്ടിലാണ് ആ കേസ് നടത്തേണ്ടത് എന്നും നിങ്ങളത് ഹൈക്കോടതിയിൽ തന്നെ വാദിക്കുന്നത് സെഷൻ കോർട്ടിലേക്ക് പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ മാറി നിന്നു. അവിടെ കൃത്യമായിട്ടും 4-5 പ്രാവശ്യങ്ങളിൽ നല്ല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു. അത് കഴിഞ്ഞ 18-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരുന്ന കേസ് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ 2 ദിവസം കൂടി സമയം വേണം, ഇനിയും 1-2 ഫയലുകൾ കിട്ടാനുണ്ട്, ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നീട്ടിവെക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ച് വളരെയധികം മോശമായ രീതിയിൽ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കേവലം അത് തെളിയിക്കാനുള്ള ചങ്കുറപ്പേരും കാണിക്കണ്ടേ? 5 മാസമായിട്ട് അത് ഇതുവരെ തെളിയിച്ചു കൊടുക്കാൻ പറ്റാതെ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ളവർക്ക് കോടതിയിൽ ഈ കേസ് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇനിയും കിട്ടാണ്ട് ഇനി ആരൊക്കെ കേസ് കൊടുക്കാണ്ട്, ഇനി ആരൊക്കെ കേസ് കൊടുക്കാൻ കിനാവ് കണ്ടിട്ടുണ്ട്, കേസ് കൊടുക്കണമെന്ന് മനസ്സ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേസ് വിരോളം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ ഇപ്പൊ പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ എന്താ കേസ്, എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ? ഇത് നോക്കിയിട്ടല്ലേ അവിടെ വാദിക്കേണ്ടത്? ഏതെങ്കിലും കാലത്ത് കിട്ടാൻ പോകുന്ന ഫയലിനെ കുറിച്ച് ഇരുന്ന് ആലോചിച്ചിരിക്കുക, അതിനെല്ലാവരും കൂടി ഇരിക്കുക. അപ്പോ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് തെളിയിക്കാൻ പറ്റണം. 5 മാസമായിട്ട് ഐറിച്ചിൽ മണി ചെയിനാണ് വർക്ക് ചെയ്യുന്നത്. ആരാണ് നിങ്ങളോട് ഐറിച്ച് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്ന് ഐറിച്ചിനും അറിയാം, അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അവിടെ അഡ്വാൻസ് കൺസൈൻമെന്റ് ആയിട്ട് വാങ്ങാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞു? അത് കൃത്യമായിട്ട് തന്നെ അതിനുള്ള കൂപ്പണും കൊടുക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനോ കാലാവധിയോ സമയമോ കാറ്റഗറിയോ തീരുമാനിക്കാത്തത് കൊണ്ട് തന്നെ അത് ഏത് കാലമാണെന്നുണ്ടെങ്കിലും അവർക്കത് പർച്ചേസ് ചെയ്യാൻ കഴിയും. അത് കമ്പനി അതുപോലെ ചെയ്തു പോരുന്നുണ്ട്. അത് 2 രീതിയിലായിട്ട്, ഒരു ഭാഗം കസ്റ്റമർ ക്രിയേഷനും ഒരു ഭാഗം പ്രൊഡക്റ്റുകളുമായിട്ട്. ഇവിടെ എല്ലാവരും ഇവിടെ ഐറിച്ചിന്റെ കുറച്ച് കച്ചവടം നടക്കുന്ന കടകൾ മാത്രം പോയിട്ട് കണക്കെടുക്കാൻ നടക്കുന്നുണ്ട്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ പ്രോഫിറ്റ് ആ കടകളിൽ മാത്രമല്ല, ഐറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ പ്രോഫിറ്റ് ഇ കൊമേഴ്സിലുള്ള മൊത്തം കച്ചവടത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിന് മറ്റു പല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇതെല്ലാം ആരെ കൊണ്ടും പിന്നെ കംപ്ലൈന്റ് കൊടുപ്പിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐറിച്ചോളികൾക്ക് കിട്ടുന്ന പൈസ 10 പൈസ കിട്ടുന്നത് അന്നേരം ഭീഷണിപ്പെടുത്തിയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു. എന്ത് നാട് പറയുന്നു? ഈ ശരിയായ ഐറിച്ചോളി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഐറിച്ചോളികൾക്ക് ഒരു 10 പൈസ കിട്ടുന്നതാണ് നമ്മളെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം പൊതുവേ. പിന്നെ എവിടുന്ന കംപ്ലൈന്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പൈസ വേണ്ടിക്ക് കംപ്ലൈന്റ് ചെയ്യല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണ്ട. നമ്മളെ എന്തായാലും അത് പൂട്ടിക്കും. ഐറിച്ച് ഇല്ലീഗൽ ബിസിനസ്സാണ് നടത്തിയത്, അത് 100% പൂട്ടിച്ചിരിക്കും. അത് ഇനി പൂട്ടിക്കാനൊന്നുമില്ല. ഇനി സാങ്കേതികമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. CBI വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഓൾറെഡി പൂട്ടി സംഗതി ഓൾറെഡി പൂട്ടി. ഇനി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും തിരിച്ചു വരില്ല, 100% ഉറപ്പ്, ഒരിക്കലും തിരിച്ചു വരില്ല. നിങ്ങൾ പറയുന്നുണ്ട് 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ, ഐറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് കേസ് കൊടുക്കാൻ നിന്നപ്പോൾ അവരൊക്കെ ലീഡേഴ്സ് ഭീഷണിപ്പെടുത്തിയിട്ട് പിടിച്ചു നിർത്തിയാണ്. 10 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ 5 മാസത്തോളമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന കെൽപ്പും കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഐറിച്ചിനെ തൊടാൻ ആർക്കട പറ്റുക? നിങ്ങൾ തന്നെ അറിയാതെ സമ്മതിച്ചില്ലേ? ആ രീതിയിലുള്ള കപ്പാസിറ്റിയാണ് ഞങ്ങൾക്ക്. എന്നാ കേട്ടോ, ഒരാളും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം ഐറിച്ചിനില്ല. കാരണം ഐറിച്ച് ഫ്രീസ് ആകുന്ന ഡേറ്റ് വരെ എന്ത് ചെയ്തിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല, ആരോടും വാക്ക് മാറ്റിയിട്ടില്ല. പിന്നെ കൃത്യമായിട്ടും ബിസിനസ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ പ്രോഫിറ്റും കാര്യങ്ങളും കൊടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 10,000 കണക്കിന് ആളുകൾ
ജീവിച്ചു പോകുന്ന ഒരു മേഖലയെ ഒരാവശ്യവുമില്ലാതെ മറ്റെന്തോ വിഷയത്തിൻ്റെ പേരിൽ ഒരു കമ്പനി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പാക്കിയ സമയത്ത് പരാതി കൊടുത്ത് ആവശ്യമില്ലാതെ കേസ് ഉന്നയിച്ച ആളുകൾ ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഹൈറിച്ചിനെതിരെയാണോ കുറ്റം പറഞ്ഞത്? നിങ്ങൾ നടന്ന് തല്ല ജനങ്ങളെ. ഹൈറിച്ച് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ് നിങ്ങളെ പരാതി. ഹൈറിച്ച് ആരെയും ഇതുവരെ തച്ചിട്ടില്ല, ഹൈറിച്ച് ഒഴിഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തച്ചതിനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഹൈറിച്ചിനില്ല. അത് നിങ്ങളുടെ കാരണത്താലാണ് ഇന്ന് ഈ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലേക്ക് മാറുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടും ആരോടെങ്കിലും ദൈവത്തിന് മുന്നിലെങ്കിലും നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ഒരുപാട് രോഗികൾ, ഒരുപാട് ഭർത്താക്കന്മാരില്ലാത്ത അനാഥരായ രക്ഷിതാക്കളില്ലാതെ അനാഥരായ കുട്ടികൾ, ഇങ്ങനെയുള്ള പല ആളുകളുടെ പഠനങ്ങൾ, അവരുടെ സ്കൂൾ ഫീസുകൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ യാത്രാ ചെലവുകൾ, അവരുടെ മരുന്നുകൾ, അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ വാഹനം, അവരുടെ വീട്, എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ടും കടന്നുപോയിരുന്ന ഒരു മേഖല തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന്, നിങ്ങൾക്ക് മറ്റാരുടെയോ മുന്നിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വിജയിച്ച് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ബലിയാടാക്കിയിട്ടുള്ളത് ഒത്തിരി പാവപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ അതിൻ്റെ പേര് നിങ്ങൾ ആരും ക്രൂശിക്കണ്ട. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ ജീവനോടുള്ളിടത്തോളം കാലം എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ നിവർന്നു നിൽക്കാൻ അയക്കാതെ ഞങ്ങൾ സഹായിച്ചില്ല, അവർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണക്കാർ പൂർണ്ണമായിട്ടും നിങ്ങളാണ്. നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റാതെ 5 മാസത്തോളമായിട്ട് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ കൃത്യമായിട്ടും നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം? അപ്പോൾ എല്ലാ ആളുകളും നമുക്ക് നല്ല ഒരു വിജയം നമുക്ക് വരും. കാരണം ബഹുമാനപ്പെട്ട കോടതി ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ജനങ്ങളുടെ പ്രയാസങ്ങളും മനസ്സിലാക്കും എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് 27-ാം തീയതി ഒരു ശുഭ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.